ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മണാലിയിൽ വന്നിരിക്കുകയാണ്. സോ ഒരു കുട്ടി ട്രാവൽ വ്ളോഗാണ്. ഞാൻ ഇതിന് മുന്നേ എടുക്കാത്ത ഒരു കൈൻഡ് ഓഫ് വീഡിയോ ആണ് ട്രാവൽ വ്ളോഗ് എന്ന് പറയുന്നത്. ഇതുപോലെ സംസാരിച്ചുകൊണ്ട് എടുക്കാനുള്ള കഴിവ് എനിക്കില്ല, എങ്കിലും ഞാൻ മാക്സിമം ശ്രമിക്കാമെന്ന് വിചാരിച്ച്. സോ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ ഹാഡിംബ ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിലായിട്ട് വീഡിയോ എടുക്കുന്നത്. ഹോട്ടലിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എടുക്കണമെന്ന് വിചാരിച്ചത്, പക്ഷെ കുറച്ച് തിരക്കിട്ട് ഇറങ്ങി കാരണം എടുക്കാൻ പറ്റിയില്ലായിരുന്നു. സോ ഇപ്പോഴാണ് എടുക്കുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡും ഉണ്ട് കേട്ടോ. സോ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയാണ് പോകുന്നത്. ആൻഡ് ട്രെയിനിൽ ഉണ്ടായിരുന്ന ജേണിയൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്താ നമുക്ക് ട്രെയിനിൽ പ്രത്യേകിച്ച് ഒന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത് ഒരു വ്ളോഗായിട്ട് ഇടാതിരുന്നത്. ആൻഡ് നമ്മൾ പോകുന്ന വഴിയിൽ അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. റോഡ് അത്ര നല്ലതല്ല, നിങ്ങൾക്ക് ഈ വണ്ടിയുടെ കുരുന്ന് കാണാൻ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ വ്യൂ അടിപൊളിയാണ്. മൊത്തം പൈൻ ഫോറസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ഒരു റൈറ്റ് സൈഡ് മൊത്തം പൈൻ ഫോറസ്റ്റ് ആണ്. ആൻഡ് അങ്ങോട്ടേക്ക് പോകാൻ നമുക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മള് ഈ പയ്യനോട് ചോദിച്ചു നോക്കണം. പോകാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ട് പൈൻ ഫോറസ്റ്റ് ഒക്കെ പോയി നോക്കണം. കാരണം നല്ല രസമുണ്ട് കാണാനായിട്ട്. കാരണം ബാക്കിയുള്ള സ്ഥലം മൊത്തം ഇലയൊക്കെ കൊഴിഞ്ഞ ചുമ്മാ കമ്പ് പോലും മാത്രമേ നിൽക്കണുള്ളൂ മരത്തിലൊക്കെ. പക്ഷെ ഈ പൈൻ ഫോറസ്റ്റ് മാത്രം ഇങ്ങനെ ഭയങ്കര ഡാർക്ക് കളറായിട്ട് തിക്കായിട്ടിരിക്കുകയാണ്. കുറേ നേരത്തേക്ക് നമുക്കിതുപോലെ കുറേ പൈൻ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കാണാനുണ്ടായിരുന്നത്. കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടി നല്ല വ്യൂ ഉള്ള കുറേ മരങ്ങൾ കണ്ടു. അതായത് ഈ ഇല പൊഴിയുന്ന സ്റ്റേജിൽ മരങ്ങൾ ഇങ്ങനെ നല്ല രീതിയിൽ മഞ്ഞ കളറും ചുമപ്പ് കളറൊക്കെ ആയിട്ട് നിൽക്കൂലേ, അങ്ങനത്തെ കുറേ മരങ്ങൾ അവിടെ കണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര രസമായിരുന്നു കണ്ട് നിൽക്കാൻ തന്നെ. അങ്ങനത്തെ കുറേ മരങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. നമ്മൾ അതിൻ്റെ ഒരു ഫോറസ്റ്റ് തന്നെ കണ്ടിട്ടുണ്ടായി. ആൻഡ് ഇവിടെ ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾ ബ്ലോക്കിലൊക്കെ പെട്ട് അവിടെ എത്തുന്ന സമയം കറക്റ്റ് നമുക്കറിയില്ല. എന്നാലും അത്യാവശ്യം നേരത്തെ എത്തുമെന്നാണ് തോന്നുന്നത്. കാരണം നമ്മുടെ ഒരു കുഞ്ഞു വണ്ടിയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കുത്തിനെരങ്ങി പോകുന്നുണ്ട്. സോ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇതിൻ്റെ ഇടയിൽ പോണ വഴി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഹാഡിംബ ടെമ്പിളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ ആൾക്കാർ നോക്കുമ്പോൾ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സൈലൻ്റ് ആവണേ. അപ്പോൾ മലയാളികളൊക്കെ ഇട്ടിട്ടില്ല ഇഷ്ടം പോലെ. സോ നമ്മൾ പറയാണ് മനസ്സിലാവും. എവിടെയാ നമ്മൾ മണാലിയിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു മൃഗമാണ് യാക്ക് എന്ന് പറയുന്നത്. കുറേ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ആൻഡ് അതിൻ്റെ പുറത്ത് കയറി നമുക്ക് ഇങ്ങനെ യാത്ര പോകാനൊക്കെ പറ്റും. അതുപോലെ ഇതാണ് നമ്മൾ ഹിഡിംബ ടെമ്പിളിലേക്ക് പോകുന്ന സ്റ്റെപ്പ്. സോ നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഹാഡിംബ ടെമ്പിളിലേക്ക്. അത്യാവശ്യം കുറേ സ്റ്റെപ്പ് കയറാനുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റാൻഡ് എടുക്കുന്ന കാര്യം മറന്നുപോയി. സോ അതിൻ്റേതായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. തണുത്തിട്ടാണ് ഈ കൈ വിറക്കുന്നുണ്ട്. ഞാൻ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് ടച്ച് ചെയ്യാനുള്ളതുകൊണ്ട് എൻ്റെ ഈ കയ്യിൽ മാത്രമേ ഗ്ലൗസ് ഇട്ടിട്ടുള്ളൂ. ഇപ്പുറത്തെ കൈ വയറാണ്. സോ അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. ആൻഡ് അത്യാവശ്യം നല്ല രീതിയിൽ ഈ തണുപ്പുള്ള കാരണം കയറുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പ്രശ്നമില്ല. നിങ്ങൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ സംസാരിക്കുന്ന ഒരു കിതപ്പ് കേൾക്കുന്നുണ്ടായിരിക്കും. ഈ തണുപ്പിൻ്റെ നടക്കുന്നതിന് ചെറിയൊരു വിഷയമുണ്ട് കേട്ടോ. അതിനിവിടെ പോണ വഴിക്ക് കുറേ കമ്പിളി വിൽക്കുന്ന സ്ഥലങ്ങളല്ലാത്തതൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ കുറേ കുട്ടി കുട്ടി കമ്പിളികളൊക്കെ വിൽക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. വൂളൺ ഐറ്റംസൊക്കെ ഇതുണ്ടോ. ഇതുണ്ടോ കുഞ്ഞു പിള്ളേരുടെ ചെരുപ്പൊക്കെ രസമുണ്ട് കേട്ടോ. നമ്മൾ പോണ വഴിക്ക് ഇങ്ങനെ മൊയൽക്കുട്ടീനെ കണ്ടു കേട്ടോ. അതുപോലെ തന്നെ അവിടെ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് ഇതുപോലത്തെ കുറേ മുയൽക്കുട്ടികൾ ഇങ്ങനെ പഞ്ഞിക്കോട പോലെ ഇരിക്കുന്ന കുറേ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അതിന് എടുക്കാൻ വേണ്ടി തോന്നും. സോ അതൊരു ബിസിനസ്സായിട്ട് അവിടെ ഉണ്ട്. അതായത് നമുക്ക് അതിന് എടുക്കുന്നതിന് ഒരു ചെറിയ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. സോ അതുപോലത്തെ കുറേ ഉണ്ട് കേട്ടോ അവിടെ. നമ്മളവിടെ മുയൽക്കുട്ടീനൊക്കെ എടുത്തിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതാണെങ്കിൽ ഭയങ്കര വിറക്കി. എനിക്ക് തന്നെ പേടി കിട്ടുമ്പോൾ അതിൻ്റെ ഹേർട്ട് ബീറ്റ് നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ കേൾക്കാൻ പറ്റും. സോ അതുകൊണ്ട് അധികം നേരം പിടിച്ചുകൊണ്ടൊന്നുമില്ല കേട്ടോ. സോ നമ്മൾ ഹാഡിംബ ടെമ്പിൾ എത്തിട്ടോ. അധികം നടക്കാനില്ലായിരുന്നു കേട്ടോ, പെട്ടെന്ന് എത്തി. ഇതാണ് ഹാഡിംബ ടെമ്പിള്. ഭയങ്കര പഴക്കമുള്ളൊരു ടെമ്പിളിൻ്റെ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ.
സംഭവം നമ്മളിങ്ങോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായി. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒരു ഫീലിംഗ് വേറെ തന്നെയാണ് കേട്ടോ. രസമായിട്ട് കാണാൻ. പക്ഷെ ഇത് നേരിട്ട് കാണാൻ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട്. സോ നമ്മൾ ടെമ്പിളിൽ കയറിയില്ല. നമ്മൾ ഈ പൈൻ ഫോറസ്റ്റിന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. കാരണം അവിടെ ഷൂ ഒക്കെ ഊരി വെച്ചിട്ടാണ് അകത്ത് കയറാൻ. നമ്മളാണെങ്കിൽ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഷൂ ഇട്ടേക്കുന്നത്. സോ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ഊരി കയറാന്ന് പറയുന്നത്. അത് മാത്രമല്ല ഷൂ ഊരി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറിയില്ല. ജസ്റ്റ് പുറമേ ഉള്ളതൊക്കെ ഒന്ന് കണ്ടു. ആൻഡ് ഭയങ്കര ഒരു കാണാൻ നല്ല അടിപൊളി ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ടൈപ്പിലുള്ളൊരു ബിൽഡിങ് കാണാൻ നല്ല രസമുണ്ട്. ടെമ്പിളാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ടെമ്പിൾസ് പോലെയല്ല, വേറൊരു സ്ട്രക്ചറിൽ പണിതേക്കുന്ന, ഇവർക്ക് ഈ കാലാവസ്ഥയുടെ ഒക്കെ അനുസരിച്ചിട്ട് അവർ പണിതേക്കുന്ന ഒരു പ്രത്യേക ടൈപ്പിലുള്ളൊരു ടെമ്പിൾ കാണാൻ രസമുണ്ടാകുന്നു. ഇപ്പം നമ്മളൊരു പൈൻ ഫോറസ്റ്റിലായിട്ടുള്ളത്. നമ്മുടെ ചുറ്റും പൈൻ ഫോറസ്റ്റ് ആയിട്ടാണ്. ഇവിടെ ബാക്കിയുള്ള സ്ഥലത്തുള്ള എല്ലാ മരവും ഇപ്പം ഞാൻ ഒരു മരം കാണിച്ചു തരാം. അതേപോലെ ഈ മരം പോലെയാണ് ഇവിടെയുള്ള മിക്ക മരങ്ങളും നിൽക്കുന്നത്. പക്ഷെ പൈൻ ട്രീസ് മാത്രം അതുപോലെ നല്ല റെഡ് കളറിൻ്റെ ഗ്രീൻ കളറിൽ നിൽക്കണുള്ളൂ. കാണാൻ രസമുണ്ട്. ആൻഡ് ഇവിടെ അവരുടേതായിട്ടുള്ള ഡ്രസ്സിങ് ഒക്കെ ഇത് ചെയ്യണ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം, പോണ വഴിക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഓടല്ല, വേറെ എന്തോ ഒരു സംഭവം വെച്ചിട്ടാണ് ഇവിടെ അവർ ബിൽഡിങ്ങിൻ്റെ മേളിൽ ഇങ്ങനെ എന്താ പറയുക മേഞ്ഞേക്കണേ. ഓട് മേഞ്ഞേക്കും പോലെ വേറെ ഒരു സാധനം വെച്ചിട്ട് ഇവിടെ മേഞ്ഞേക്കണുണ്ടാ. ഇതിൻ്റെയൊക്കെ ഓട് പോലത്തെ ഒരു സാധനം, പക്ഷെ ഇത് ഓടല്ല, വേറെ എന്ത് സംഭവം എന്ന് മനസ്സിലാവുള്ളൂ. കല്ലാണോന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ടാണ് ഇവിടുത്തെ വീടുകളൊക്കെ മേഞ്ഞേക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഓട് പോലെ ഇവിടെ കോമൺ ആയിട്ട് ഈ സാധനം എനിക്ക് യൂസ് ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ ഈ ഒരു വിൻ്റർ ടൈമിൽ കുറച്ചും കൂടെ വീട് പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും അല്ലായിരിക്കും അവർ ഈ ഒരു രീതിയിൽ വീടൊക്കെ മേയുന്നത്. എനിക്കറിയില്ല കറക്റ്റ് ഇതിൻ്റെ സൈക്കോളജിക്കൽ സയൻറ്റിഫിക്കൽ വശം ഏതെന്ന്. പക്ഷെ രസമുണ്ട് കാണാൻ. ഇവിടെ കുറേ പൂക്കൂടെ ഇരിക്കുന്നുണ്ടോ. ഇത് മറ്റേ ഡ്രസ്സിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. രസമുണ്ട് ഇത് കാണാൻ. സോ ഇതാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ആദ്യമേ കണ്ട വ്യൂവിൽ നിന്ന് കുറച്ചും കൂടെ രസമുണ്ട് ഇത്. ലൈക്ക് ഫുൾ പൈൻ ഫോറസ്റ്റിൻ്റെ നടുക്കായിട്ട് ഈ ഒരു മൊണാസ്ട്രി ആണോ, സോറി ടെമ്പിൾ. ഈ ഫുൾ പൈൻ ഫോറസ്റ്റിന് നടുക്കായിട്ട് ഈ ഒരു ടെമ്പിൾ ഇങ്ങനെ ഈ ഒരു ലുക്കിൽ കാണാൻ കുറച്ചും കൂടെ രസമുണ്ട് കേട്ടോ. കൊള്ളാം. നമ്മളിപ്പോൾ ഹഡിമ്പ ടെമ്പിളിൻ്റെ താഴേക്കുള്ള സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതായത് പൈൻ ഫോറസ്റ്റിൻ്റെ ഒരു സൈഡിലേക്ക് തന്നെ. അങ്ങോട്ടേക്കും നടക്കാൻ അധികമൊന്നുമില്ല. ലൈക്ക് അവിടെ ഇതുപോലെ കുറേ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ മൊത്തം ഈ ഗ്ലാസ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്സ് ആണുള്ളത്. ലൈക്ക് ഡ്രൈ ഫ്രൂട്ട്സ്, ഇതൊക്കെ നല്ലതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. സോ ഭയങ്കര യുണീക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറേ ഇയറിങ്സ് ഉണ്ട് കേട്ടോ. ലൈക്ക് മരത്തിൻ്റെ ആണോ, വുഡിൻ്റെ ചെയ്ത പോലെ ഇരിക്കുന്നുണ്ട്. പക്ഷെ വുഡാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. കാണാൻ പക്ഷെ രസമുണ്ട് കേട്ടോ. കുറേ നല്ല പീസുകളുണ്ട് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടമായി, കാണാൻ രസമുണ്ട്. അയ്യോ സോറി. ഓൾസോ കുഞ്ഞു പാണ്ടയുടെ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇതിലൊട്ടുമിക്ക കുറച്ച് നല്ല കാണാൻ രസമുള്ള പീസസ്. പിന്നെ ട്യുലിപ്സിന്റെ പൂ പോലത്തെ ആൻഡ് ബട്ടർഫ്ലൈ ഹേർട്ട് കുറേ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. അടുത്ത റേറ്റ് നമുക്ക് പറ്റിയില്ല. ഇച്ചിരി പോകുന്ന കമ്മലിന് ഒരു 100 rupees പറയണ. സോ നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മളവിടെ നിന്ന് പോന്നു. നമ്മളിവിടെ കുറേ ഉണ്ട്, ഇഷ്ടംപോലെ കടയുണ്ട്. നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയി. കുറേ ഉണ്ട് വൂളൻ സ്റ്റോഴ്സ്, വൂളൻ ഡ്രസ്സ് കിട്ടുന്ന കടകളിൽ, അല്ലാത്ത കടകൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ സഡൻ ബ്രേക്ക് ഇട്ടുപോലെ നിൽക്കും. പക്ഷെ ഇവിടുത്തെ റേറ്റ് കേൾക്കുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ സ്കൂട്ടടിച്ച് പോകും. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ കാണാൻ രസമെന്ന് വെച്ചാൽ രസമുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ ഇവർ പറയുന്ന റേറ്റിനുണ്ടോന്ന് വെച്ചാൽ അത്രോട്ടില്ലതാണ്. സോ നമ്മള് മാഗ്നറ്റ് വാങ്ങിച്ചിട്ടാ. കുറെ നേരം തപ്പി ഏതോ ഒരെണ്ണത്തിലും നമ്മൾ തിരിച്ച് വീണ്ടും ഹിഡിംബ ടെമ്പിളിന്റെ അങ്ങോട്ടേക്ക് തന്നെ പോവാട്ടോ. അത്യാവശ്യം കുറച്ച്
സോ നമ്മളിപ്പോൾ തിരിച്ച് ഹിഡിംബ ടെമ്പിളിൻ്റെ അങ്ങോട്ട് തന്നെ പോവാണ്. നമ്മൾ ഒരുപാട് താഴേക്ക് വന്നിട്ടില്ല, കുറച്ച് വന്നിട്ടുള്ളൂ. നമ്മുടെ ഹിഡിംബ ടെമ്പിൾ. ഓ ഇവിടുത്തെ കാറ്റ് രസമില്ല കേട്ടോ. ഡ്രീം ക്യാച്ചർ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇവിടുത്തെ ഇയറിങ്സ് ആണ് നല്ല രസമാണ് കേട്ടോ. പക്ഷെ ഇവിടുത്തെ റേറ്റ് ആണ് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ലാത്ത. നമ്മൾ അങ്ങോട്ടൊക്കെ പോയി അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ യാക്കിനെ കണ്ടു. അപ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് യാക്കിൻ്റെ പുറത്ത് കയറാമെന്ന് വിചാരിച്ച് ഞാൻ കയറിയില്ല, ഇക്ക ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. സോ നമ്മൾ ഒറീസക്കാരി ആയിട്ടാ. ഇത് എന്താ ഇങ്ങനത്തെ സംഭവം? മൊത്തത്തിൽ രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കുറേ ജ്വല്ലറിയും അതും ഇതൊക്കെ ആയിട്ട്. ഇക്കാനവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയി കഴിയുമ്പോൾ കൈയും വരും. തണുത്തിട്ടാണ് ഈ രക്ഷയില്ലാട്ടോ എൻ്റെ പൊന്നെ. കൈയൊക്കെ മരയിക്കാണ്. സോ ഞാനൊരു എന്നിട്ടിതിപ്പോൾ ഏതാളെന്ന് എനിക്കറിയില്ല. ആസാമിയാണോ? കശ്മീരിയിലെ കുട്ടിയായിട്ടുണ്ട്. ഞാൻ ആ കുളത്തിലാക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സൂപ്പർ സൂപ്പർ. എവിടെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എന്താ പറയാ, ഏതൊക്കെ നമ്മളിപ്പോ നാട്ടിലെ ആൾക്കാരെ കശ്മീരി പെൺകുട്ടിയും ആൺകുട്ടി ആയിട്ടുണ്ട് കേട്ടോ. വെയിറ്റ് ഒന്നുമില്ല അല്ലേ? ഇക്ക പിന്നെ ജ്വല്ലറീസ് ഒന്നും ഇട്ടിട്ടില്ല, ഞാൻ മാത്രമേ ജ്വല്ലറി ഇട്ടിട്ടുള്ളൂ. പ്രത്യേകിച്ച് വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. സോ നമ്മൾ കുറച്ച് നേരം ആ ഒരു ഡ്രസ്സ് ഇട്ട് അവിടെ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം നമുക്ക് പിന്നെ അധികം നേരം അവിടെ നിന്നുണ്ടായില്ല, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അതിനിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡ്രൈവറായിട്ടും താഴെ എവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. സോ നമ്മളിപ്പോൾ ആ വണ്ടി തപ്പി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. ഇവിടെ അധികം കാര്യങ്ങളൊന്നും കാണാനുണ്ടായില്ല. പിന്നെ നമ്മുടെ നിൽക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം കുറച്ച് ബഹളങ്ങളുള്ള കാരണം എനിക്ക് പറയുന്ന ടൈമിൽ തോന്നിയില്ലെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ചധികം ബഹളങ്ങളുള്ളതുകൊണ്ട് വോയിസ് ക്ലിയർ ആവുന്നുണ്ടായില്ല. അതാണ് കേട്ടോ ഇപ്പം ഞാൻ ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത്. സോ നമ്മളിപ്പോൾ നെക്സ്റ്റ് പോകുന്നത് മറ്റേ എന്തുട്ടാക്ക സ്ഥലത്തിൻ്റെ പേര്? ഓക്കെ, ക്ലബ് ഹൗസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. സോ അവിടെ കുറേ ഞാൻ പറഞ്ഞില്ല അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുവാണ്. കാരണം ഇവിടെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതിലൂടെ പോകാൻ പറ്റില്ല. ഭയങ്കര ബ്ലോക്കൊക്കെയാണ്. സോ അതുകൊണ്ട് നമ്മൾ നടന്നു പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ നിറച്ച് ഇതാണ് വണ്ടിയാണ്. പക്ഷെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ പണി പാളും. ആൻഡ് തണുപ്പാണെങ്കിൽ പറയണ്ട, കൂടി വന്നത്. സോ കഴിഞ്ഞ പ്രാവശ്യം ഹിഡിംബ ടെമ്പിളിൽ പോയപ്പോൾ നമ്മൾ ജാക്കറ്റ് എടുത്തില്ല. പക്ഷെ ഹിഡിംബ ടെമ്പിളിൻ്റെ അങ്ങോട്ട് നടന്നപ്പോൾ മനസ്സിലായി. ഓക്കെ, നമ്മൾ എവിടെയാന്ന് കണ്ടുപിടിക്കാനുള്ള നടപ്പിലായിരുന്നു. സോ നമ്മൾ ക്ലബ് ഹൗസിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താണ്ട് പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നില്ല. എന്തിനാ ജാക്കറ്റ് എടുത്തിരുന്നത്? ഹിഡിംബ ടെമ്പിളിൻ്റെ അങ്ങോട്ട് പോകണപ്പോൾ മനസ്സിലായി ജാക്കറ്റിലാണ് നടക്കില്ലാന്ന്. പക്ഷെ ഇപ്പോൾ ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടില്ല. ഇവിടെ കുറച്ച് തണുപ്പ് കുറവുണ്ടോ? ഇല്ല, തണുപ്പുണ്ട്. പക്ഷെ കുറച്ചും കഴിയുമ്പോഴാണ് അതിൻ്റെ കാറ്റിന് മനസ്സിലാവും. അതിന് മെയിനായിട്ടും കാറ്റ് വീശുമ്പോഴാണ് നമുക്കത് തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത. സോ പൊടി ഭയങ്കര പൊടിയാട്ടാ. നിറച്ച് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഏതാണ്ടൊക്കെ വണ്ടി ഓൺ ചെയ്യും ഓഫ് ചെയ്യും ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ക്ലബ് ഹൗസിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. പെർ പേഴ്സൺ 25 റുപ്പീസാണ് ഉണ്ടാവുന്നത്. ഞങ്ങൾ രണ്ടിനും കൂടെ 50 രൂപ എടുത്തു. സോ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് തണുപ്പായി തുടങ്ങി. ഇനി ജാക്കറ്റ് ഇടാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു പാലത്തിൽ കൂടെ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് രസമുണ്ട് പാലം. ഓക്കെ, നമ്മൾ പാലം ക്രോസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇതൊരു റിവർ സൈഡാണ്. കത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ റിവർ സൈഡ് എത്തിയിരിക്കുകയാണ്. ഇത് കാണാൻ വേണ്ടിയാണ് മെയിനായിട്ട് നമ്മളിവിടെ വന്നത്. സോ
സോ നമ്മളിപ്പോൾ റിവറിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിട്ട് നമ്മൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ കുറച്ച് കല്ല് വെച്ച് കെട്ടിയേക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വഴിയാണ്. അവിടെ ഇങ്ങനെ അവർ ഗ്രില്ലൊക്കെ വെച്ച് കല്ല് ഉരുണ്ട് വീഴാതെ സെക്യൂർ ആക്കി വെച്ചിട്ട് പോലെ ഒരു സ്റ്റെപ്പിൽ കൂടെ ഇപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കട്ടോ. അങ്ങനെ നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴെത്തി. ഇപ്പോൾ നമ്മൾ റിവറിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. കുറച്ച് ഗ്രിപ്പിൻ്റെ പ്രശ്നം വേണം. ഇതാണ്ട് റിവർ അടിപൊളിയാണ്, കാണാൻ നല്ല രസമുണ്ട്. നല്ല ക്ലിയർ വാട്ടറാണ്. നമുക്ക് അതിൻ്റെ അടിയിലുള്ള ഉരുളം കല്ലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് അതിലേക്ക് നിലവിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ഇപ്പോൾ റിവറിൻ്റെ ഒട്ടും നടുക്കല്ലെങ്കിലും കുറച്ച് നടുക്കായിട്ട് വന്നിരിക്കുന്നത് ഒരു കല്ല് കിട്ടി. കല്ല് സ്ഥലത്തിന് കയറി ഇരിക്കാട്ടാ. ഒരു കല്ല് കിട്ടിയപ്പോൾ അതിനകത്ത് കയറി ഇരിക്കുകയാണ്. ഞാൻ പറയുന്ന വോയിസ് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവണമെന്ന് എനിക്ക് അറിയില്ല. കാരണം റിവറിൻ്റെ പോണ സൗണ്ട് നന്നായിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ പോണതിൻ്റെ സൗണ്ട് ഉള്ള കാരണം കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. പക്ഷെ ആ ഒരു സൗണ്ട് ഇതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു വീഡിയോക്ക് ഒരു ഭംഗി എനിക്ക് തോന്നുന്നു. ശരിക്കും ഈ ഒരു റിവറിനെ കൂടുതലായിട്ട് കാണാൻ കുറച്ചുകൂടെ ഭംഗി കൂട്ടുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആ ഒരു പൈൻ ഫോറസ്റ്റ് തന്നെയാണ്. ഭയങ്കര ഭംഗിയാണ് ശരിക്കും ആ പൈൻ ഫോറസ്റ്റും ഈ ഒരു റിവറും കൂടെ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ. രസമുണ്ട് സ്ഥലം കാണാം. മൊത്തം പൈൻ കാടും അതിന്റെ നടുക്കുമ്പോഴത്തെ നല്ല ക്ലിയർ വാട്ടർ, നല്ല രസമുണ്ട് വ്യൂ. ഇവിടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ സിപ്പ് ലൈൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് അത്ര സേഫ് ആയിട്ട് തോന്നുള്ളൂ. അത് മാത്രമല്ല വളരെ കുട്ടി സിപ്പ് ലൈനാണ്. കയറി കഴിഞ്ഞാൽ അത് ആ ഒരു സാധനം വലിച്ചു തരുന്നതിന്റെ എഫേർട്ട് എന്താ മുതലായാലും തോന്നൂല. സോ അതുകൊണ്ട് ഞാൻ കയറണ്ടെന്ന് വിചാരിച്ചു. വേറെ എവിടെയെങ്കിലും വലിയ സിപ്ലൈൻ കാണുവാണെങ്കിൽ നമുക്ക് അവിടെ കയറാം. നമ്മൾ ഇറങ്ങിയ വഴി കൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ കമ്പിയൊക്കെ തണുത്ത് കമ്പിയിലൊന്നും പിടിക്കാൻ പറ്റില്ല. എന്തോ മധുരയായി. സോ നമ്മൾ അങ്ങനെ ലാസ്റ്റ് ആ സ്റ്റെപ്പൊക്കെ വലിഞ്ഞേറി മേളിലെത്തി കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കൂടെ നമ്മൾ അവിടെ നിന്ന് ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു കേട്ടോ. അതിനുശേഷം നമ്മളിപ്പോൾ തിരിച്ച് നമ്മളുടെ കാറിന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിയിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് വന്ന് ആ ബ്രിഡ്ജ് കണ്ടു കേട്ടോ. നല്ല ബ്രിഡ്ജ്, നമുക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ആ ഒരു ബ്രിഡ്ജിന്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് നടക്കാണ്. സോ നമ്മുടെ ക്ലബ് ഫാക്ടറി എന്തോ നോക്കാം, ക്ലബ് ഹൗസിലെ പരിപാടികൾ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി നമ്മുടെ ഡ്രൈവർ ചേട്ടനെ കണ്ടുപിടിക്കണം. അതിനുശേഷം നമ്മൾ മാൾ റോഡിലേക്കാട്ട് പോകാൻ പോണേ. എൻ്റെ സംസാരം ചിലപ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് മനസ്സിലാവില്ലായിരിക്കും. കാരണം നാക്ക് ഞാൻ ഉദ്ദേശിക്കും പോലെ നമ്മുടെ ഡ്രൈവറായിട്ട് കീ അടിച്ച് വിളിച്ചതാട്ടാ. സോ നമ്മൾ കാറ് കണ്ടുപിടിച്ചല്ല ഡ്രൈവറായിട്ട് നമ്മളെ കണ്ടുപിടിച്ചു. സോ നമ്മളിങ്ങനെ വണ്ടി കയറി മാൾ റോഡിലേക്ക് പോവാണ് ഗൈസ്. സോ നമ്മൾ അടുത്തതായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു പാർക്കിലേക്കായിരുന്നു. വാൻ വിഹാർ എന്ന് പറഞ്ഞ ഈ ഒരു പാർക്കിൻ്റെ പേര് വന്നിട്ട് ഇവിടെ പെർ പേഴ്സണിന് 50 റുപ്പീസാണ് വരുന്നത്. കുട്ടികൾക്കാണെങ്കിൽ 20 രൂപയും. സോ നമ്മൾ അങ്ങോട്ട് കയറി. സോ നമ്മൾ വാൻ വിഹാർ അല്ലേക്കാ, വാൻ വിഹാർ തന്നെയാണ്. വാൻ വിഹാർ പാർക്കിൽ വന്നേക്കാണ്. ഈ പൈൻമരം, ഇവിടെ മൊത്തം പൈൻമരം ഉണ്ട്. ശരിക്കും ആദ്യമ കാണുന്ന ക്യൂരിയോസിറ്റി പിന്നെ കാണുമ്പോൾ അത്ര അങ്ങോട്ട് ഇല്ല. എന്നാലും പൈൻമരം നമ്മുടെ നാട്ടിൽ കാണാൻ കിട്ടൂലല്ലോ. സോ അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഓ താഴത്തേക്ക് പോകണ്ട, എന്തായാലും ഞാൻ പെഡൽ ബോട്ട് ചവിട്ടാൻ പോകുന്നില്ല. പെഡൽ ബോട്ട് ചവിട്ടാനുള്ള മടി മൂലം സ്കിപ്പ് ചെയ്ത് കളഞ്ഞൊരു സ്ഥലമാണിത്. ഇത് വാൻ വിഹാർ പാർക്കിന്റെ അകത്ത് തന്നെയായിട്ട് വരുന്നത്. ഉണ്ട് അവിടുത്തെ വഴിയൊക്കെ ഇങ്ങനെ ഉരുളം കല്ലച്ച് അവരിങ്ങനെ തിരിച്ചു വെച്ചേക്കാം. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ഓ ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. ലൈക്ക് ഇപ്പൊ ഒരു രസമുണ്ട് കേട്ടാ. ഇങ്ങനെ പോകുന്ന വഴിയൊക്കെ രസമായിട്ടുണ്ട്. മൊത്തം ഒരു പൈൻ ഫോറസ്റ്റ് കണ്ടില്ലേ. സോ ഈ പൈൻ ഫോറസ്റ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കാൻ രസമുണ്ട്. പക്ഷെ 50 രൂപയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാ തോന്നുന്നില്ല. അത്ര കാറ്റടിച്ച് ഇല അനങ്ങിന്ന ഞാനെന്തോ പേടിച്ച് വേറെന്തോ സാധനം ഓർത്ത്. 50 രൂപയ്ക്കുള്ള വെറുത്തില്ലെങ്കിലും രസമുണ്ട്, സ്ഥലം രസമുണ്ട്, കാണാനുണ്ട്. പക്ഷെ നമ്മളിപ്പോ പൈൻ ഫോറസ്റ്റ് തന്നെ ഇപ്പൊ കൊറേ കണ്ടുല്ലോ. അത് കാരണം അത്ര
ഇട്ടിട്ടാണ് എന്തൊക്കെയോ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്കൊക്കെ പ്രൊഹിബിറ്റഡ് ആയിരുന്നോ എന്തോ, ഇങ്ങോട്ടേക്ക് കേറാൻ പാടില്ലായിരുന്നോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇവിടെ ഊഞ്ഞാലാടാൻ ഊഞ്ഞാലുണ്ട്, ലൈക്ക് സോ അതൊക്കെയാണ് ഇവിടെ ഉള്ളു, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. നമ്മൾ വന്ന കഴിക്കും മറ്റേ റെഡും യെല്ലോയും കളറിൽ മറ്റേ എന്താ മരങ്ങൾ നിൽക്കുന്ന ഒരു കാട് കണ്ടിരുന്നു കേട്ടോ. ശരി, ഞാൻ അങ്ങോട്ടേക്കായിരിക്കും വിചാരിച്ചാണ് ചാടത്തുള്ളിൽ കയറിയത് ഇതിൻ്റെ അകത്തേക്ക്. അവിടെ നല്ല രസമായിരിക്കും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് അങ്ങോട്ട് എല്ലായിരുന്നു ഈ കാട്ടിലേക്കാണ് കൊണ്ടുപോയി കയറ്റിയത്. ഇത് എങ്ങോട്ടില്ലാണ്ട് ലക്ഷ്യമില്ലാണ്ട് പോകും. ഓക്കെ, നമ്മളിവിടെ കുറേ നേരം നിൽക്കില്ലായിരിക്കും, നമ്മളിപ്പോൾ തന്നെ ഇറങ്ങൂട്ടോ. കാരണം ഒന്നും ഇല്ല അധികം കാണാൻ, നമ്പൂരെ വെറുതെ പോയി. സോ നമ്മൾ ഇവിടെ നിന്ന് മിക്കവാറും ഇറങ്ങാൻ പോണ പോക്കാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മളിനി മോൾ റോഡ് പോകാനുണ്ട്, പിന്നെ ഒരു മൊണാസ്ട്രി ടെമ്പിൾ പോകാനുണ്ട്. രണ്ട് സ്ഥലത്തും പോകുന്ന അറിയില്ല, കാരണം തണുപ്പ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. സോ ടൈം അനുസരിച്ചിട്ട് ഒന്നെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നിൽ പോവും, അല്ല സമയമുണ്ട് നമുക്ക് നടക്കാൻ വലിയ സീനില്ല എന്നാണെങ്കിൽ രണ്ടിലും പോവും. ഇങ്ങനെ പോയാൽ അധികം വഴുകാതെ എൻ്റെ സൗണ്ട് അടിച്ച് പോകാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം, സൗണ്ട് പോണ വരെ ഇങ്ങനെ ഓൺ വോയിസ് ചെയ്യാം. സൗണ്ട് എപ്പോൾ പോണോ അവിടെ വെച്ചിട്ട് നമുക്ക് വോയിസ് ഓവർ കൊടുക്കാം. ഇനി ഞാൻ ഊമയായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിൽ അവതരിക്കപ്പെടുന്നത്. പുലിയാ? പുലിന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിലിടണമെന്നിനാ? പുലിയുടെ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, എന്നിട്ട് പുലി എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുപോയി ഫ്രണ്ടിൽ ഇടാ. തിരിയാം. ആ കാണുന്ന ടൈപ്പ് മരാട്ട് ഞാൻ പറഞ്ഞ നേരത്തെ, അങ്ങനത്തെ മരമുള്ള ഒരു ഫോറസ്റ്റ് നമ്മൾ കണ്ടായിരുന്നു. സോ ഇവിടേക്ക് ഇനി പ്രത്യേകിച്ച് പോകാനൊന്നും ഇല്ല, ഈ സെയിം പൈങ്കാട് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും. സോ നമ്മള് ഇവിടുന്ന് തിരിച്ചു കേട്ടോ. ഇനി നമുക്ക് ഒന്നെങ്കിൽ മൊണാസ്ട്രി അല്ലെങ്കിൽ മാൾ റോഡ്. എങ്ങോട്ടൊക്കെ ഫസ്റ്റ് പോണേ? മൊണാസ്ട്രി ഓർ മാൾ റോഡ്? രണ്ടും അടുത്താ. ഒരെണ്ണം ലെഫ്റ്റിലേക്ക്, ഒരെണ്ണം സ്ട്രൈറ്റ്. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, നമ്മൾ എന്തുകൊണ്ടാ ഞാൻ മാൽ റോഡിലേക്ക് പോവാന്ന് പറഞ്ഞാലോ വണ്ടി കയറിയത്. എന്നിട്ട് എന്തിനും ഇങ്ങോട്ട് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാൽ റോഡ്, വാൻവിഹാർ, മൊണാസ്ട്രി ഇതൊക്കെ അടുത്ത് തന്നെയാണ്, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴികളാണ്. സോ അപ്പോൾ ചേട്ടൻ ആദ്യം നമ്മളെ കൊണ്ടുപോയി ഇവിടെ നിർത്തിയത്. സോ നമ്മൾ ഇങ്ങോട്ട് കയറി എന്നിട്ട് മാൽ റോഡ് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. മാൽ റോഡിലേക്കാണ് പോണേ? മൊണാസ്ട്രി പോയിട്ട് പോയാലോ? ഓക്കെ, അപ്പോൾ മൊണാസ്ട്രിയിൽ നമ്മൾ ആദ്യം പോവാണ്, അതിനുശേഷം നമ്മൾ മാൽ റോഡ് പോകുന്നതായിരിക്കും. സോ ഇനി നമുക്ക് മൊണാസ്ട്രിയിൽ പോണ വഴിയിൽ കാണാം കേട്ടോ. സോ നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞു മറ്റേ മഞ്ഞയും ചുവപ്പ് കളറിലെ ഇല നിൽക്കണ കുറേ ഒരു കാട് കണ്ടുവന്ന്. ആ കാട് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് അതിനകത്ത് ഇറങ്ങി ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹമായിരുന്നു. പക്ഷെ നമുക്ക് തൽക്കാലം ആ കാട്ടിൽ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം, അങ്ങോട്ട് പോകാൻ നമുക്ക് പറ്റില്ല. സോ നമ്മളിപ്പോൾ ഇറങ്ങുമ്പോൾ ഇപ്പോൾ പാർക്കിൻ്റെ സൈഡിൽ അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടു. മീൻസ് 3-4 ഇതുള്ളൂ, അതായത് മരം. പക്ഷെ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ കേട്ടാ. ഈ മരം ഞാൻ പറഞ്ഞ ഇതാവുമ്പോൾ എൻ്റെ കോട്ടിന് മാച്ച് ആയിട്ടുള്ള കളറാണ്. ഇങ്ങനെ നോക്കുമ്പോ വേറെ ഏതോ ഒരു സ്ഥലത്തെ കൂടെ നടക്കും പോലെ ഇല്ലേ? പെട്ടെന്നായിരുന്നു മണാലിന്ന് ഒറ്റ പോകുന്നത്. ഞങ്ങള് മറ്റേ എന്തുട്ടാ ഈ സിനിമയിലൊക്കെ ഒരു ഇതില് പോണത് ടെലിപോർട്ടിങ്ങാ, ടെലിപോർട്ട് ചെയ്ത് പോകുന്ന അറിയില്ലേ, അങ്ങനെ പോയാലും ഇതാണ്. എവിടെ എങ്ങനെയുണ്ട് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് പറ? ഞാൻ അങ്ങോട്ട് പേടിപ്പിച്ച് പറയും പോലെ ഉണ്ട്. സോ നമ്മൾ വാൻവിഹാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാട്ടാ. എവിടേക്കാ? ഓക്കെ, വാൻവിഹാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിന് നേരെ ഓപ്പോസിറ്റുള്ള വാൻവിഹാർ ഫുഡ് കോർട്ട്, ആ സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. അവിടുത്തെ മെനുവിൽ നമ്മൾ മറ്റേ സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ കണ്ടറിഞ്ഞിട്ട് അവിടെ കയറിയിട്ട്, ഇവിടെ ഏത് സ്ഥലത്ത് കയറിയാലും ചോള ഭട്ടൂര അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം നോർത്ത് ഇന്ത്യൻ ഡിഷസാണ് കിട്ടുന്നത്. സോ നമ്മളിവിടെ സൗത്ത് ഇന്ത്യൻ ഡിഷസ് കിട്ടിയിട്ടുണ്ടായി. ഇതാണ്ട് ഇവിടുത്തെ മെനു കാർഡ് വന്നിട്ട്. സോ നമ്മൾ ഈ സാധനമാണ് നമ്മളെ അട്രാക്ട് ചെയ്തത്. സോ ഇവിടെ സൗത്ത് ഇന്ത്യൻ ഡിഷസിൽ നമ്മൾ ഈ ഒരു പ്ലെയിൻ ദോശയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ വേറെ കുറേ ഉണ്ട് കേട്ടോ.
ഉത്തപ്പം, ഇഡ്ഡലി, പ്ലെയിൻ ഉപ്മ, വെജ് ഉപ്മ, പ്ലെയിൻ ദോശ, മസാല ദോശ, അങ്ങനെ ഒരുപാട് ദോശയും അതുപോലെ ഉത്തപ്പം അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പ്ലെയിൻ ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇല്ലാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് ടീ ഇല്ല, കോഫി ഇല്ല, ബ്ലാക്ക് ടീ ഇല്ല, ഒരു സാധനം ഇല്ല കേട്ടോ. നമുക്ക് തണുപ്പത്തുനിന്ന് കയറി വരുമ്പോൾ കുടിക്കാൻ ഹോട്ടായിട്ട് സൂപ്പ് മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് തോന്നുന്നു. സൂപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കിയില്ല, സൂപ്പ് മെനുവിൽ കണ്ടായിരുന്നു. സോ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഫുഡാണല്ലോ മുഖ്യം. ഇവിടെ സൗത്ത് ഇന്ത്യൻ ഫുഡ് കണ്ടുപിടിക്കൽ കുറച്ച് ടാസ്കുള്ള പണിയാണ്. സോ നമ്മൾ ഫുഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി വന്നിട്ട് കഴിച്ചിട്ട് പറയാട്ടോ ബാക്കി. സോ നമ്മുടെ ദോശ എത്തിയിട്ടുണ്ട്. പ്രതീക്ഷിച്ച പോലെ അല്ല കേട്ടോ, ഭയങ്കര വലിയ ദോശയാണ്. കൂടെ സാമ്പാറും ചട്നിയും ഉണ്ട് കേട്ടോ. ദോശ നല്ല പൊടിഞ്ഞു പോയി. സാമ്പാർ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഇത് തന്നെ കിട്ടിയത് ഭാഗ്യം. മലയാളിയാ, നമ്മുടെ അടുത്തൊരു മലയാളി ടീംസ് ഉണ്ട്. പക്ഷേ ഇതോടുകൂടി ഞാൻ എൻ്റെ റിവ്യൂ നിർത്തോട്ടോ. ചട്നിയുടെ കൂടെ പറയാം. ചട്നി കുഴപ്പമില്ല കേട്ടോ. സാമ്പാർ എനിക്ക് അത്ര സെറ്റ് ആയില്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ ആണ്. സോ ഇനി ഫുഡ് കഴിച്ചുകൊണ്ട് കാണാം കേട്ടോ. നമ്മളിപ്പോൾ മൊണാസ്ട്രിയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. സോ ആ സമയത്ത് നമ്മൾ നാട്ടിലെ പലചരക്കുകളുടെ പോലത്തെ ഒരു പലചരക്കട കണ്ടു. എന്താണ് നമ്മുടെ നാട്ടിലെ പലചരക്കട, നാട്ടിലെ പോലത്തെ ഫ്രൂട്ട്സ് കട ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ മൊണാസ്ട്രിയിലേക്ക് പോകുന്നത് ടിബറ്റൻ മാർക്കറ്റിൻ്റെ ഉള്ളിക്കോട്ടായിരുന്നു. ടിബറ്റൻ മാർക്കറ്റിൽ നമുക്ക് വീഡിയോസൊന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ ഭയങ്കര റഷാണ്. ആ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ വണ്ടിയൊക്കെ പോണത്. സോ നമുക്ക് അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. സോ ഇപ്പം നമ്മൾ മൊണാസ്ട്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് വഴിയല്ല, നമ്മളിപ്പോൾ ബാക്കിൽ കൂടെ ആയിട്ട് മൊണാസ്ട്രിയിലേക്ക് പോകണം. ഇവിടെ കണ്ട കുറേ വൂളൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എൻ്റെ മുഖം കണ്ടത് നിങ്ങൾക്ക് കണ്ട് ബോറടിക്കുന്നുണ്ടാവും. എനിക്ക് തന്നെ ബോറടിക്കുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ നമ്മളാ ടിബറ്റൻ ടെമ്പിളിലേക്ക് പോണ വഴിയുള്ള കുറേ ഇതാട്ടാ ഷോപ്സാണ്. സോ ഇതാണ് മൊണാസ്ട്രി. സോ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മള് മൊണാസ്ട്രിയിൽ നിന്ന് ഇറങ്ങി. അവിടെ ഷൂട്ടിങ് അത്ര അലൗഡ് അല്ലായിരുന്നു. ലൈക്ക് നമ്മൾ ഫോട്ടോഗ്രാഫി ചെയ്യുന്നതിന് എക്സ്ട്രാ പേ ചെയ്യണം. സോ അതുകൊണ്ട് നമുക്ക് അത് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പുറത്തൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. സോ നമ്മൾ മാൾ റോഡ് പോകണ്ടെന്ന് വിചാരിച്ചിരിക്കുക, കാരണം മാൾ റോഡ് അത്യാവശ്യം ക്രൗഡഡ് പ്ലേസ് ആണ്. വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല ഇവിടുത്തെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ലോ ആയിട്ട് ഭയങ്കര തണുപ്പായിട്ട് വരുവാണ്. നമുക്ക് നടക്കുന്നത് വരെ കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങി. നമ്മളിനി ടാക്സി വിളിച്ച് റൂമിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലേ, മാൾ റോഡ് പോണിതല്ല, മാൾ റോഡ് പോണ്ട, മാൾ റോഡ് കട്ടെന്നാണ് ഉദ്ദേശിച്ചത്. സോ നമ്മളിനി നേരെ ഹോട്ടലിലേക്ക് പോവാണ്. ഹോട്ടലിൽ ചെന്നിട്ട് ഞാൻ റൂം കാണിച്ചില്ല കേട്ടോ. സോ ആ റൂം കാണിക്കുന്നതോടുകൂടി ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇവിടെ തീരും. പിന്നെ ബാക്കിയുള്ള വീഡിയോ നമ്മൾ നാളെ Day 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ റൂമിൽ ചെന്നിട്ട് കാണാം. നമ്മളിന്ന് ചേട്ടനെ ഒന്ന് തപ്പി കണ്ടുപിടിക്കട്ടെ. സോ നമ്മൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇപ്പോഴല്ല കേട്ടോ, എത്തിയിട്ട് കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റൂം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ റൂം തുറന്ന് വരുമ്പോൾ എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ടോയ്ലറ്റ് ആണുള്ളത്. ബാത്റൂമും ടോയ്ലറ്റ് തന്നെ അവിടെ. ഒരുപാട് അങ്ങനെ എടുത്ത് കാണിക്കാൻ മാത്രം ഉള്ളതൊന്നുമില്ല. നോർമലായിട്ട് എങ്ങനെയാണോ സാധാരണ ഹോട്ടൽസിലൊക്കെ ഉണ്ടാവുക അതുപോലത്തെ തന്നെ അത്യാവശ്യം കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് കേട്ടോ. അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഇതുപോലെ ടോയ്ലറ്റും അതുപോലെ മിറർ മറ്റേ LED ലൈറ്റ് തെളിയുന്ന ടൈപ്പ് മിററാണ് കേട്ടോ. സോ അത്രയാണ് ടോയ്ലറ്റിൽ അധികം ആയിട്ട് പ്രത്യേകിച്ച് അധികമായിട്ട് കാണിക്കില്ല. പിന്നെ ഇവിടെ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ഉണ്ട്. സോ അതിങ്ങനെ നമുക്ക് കട്ടൻ വെച്ച് കവർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ നമ്മളിത് കവർ ചെയ്തേക്കാണ്. സോ അതാണ് ടോയ്ലറ്റ്.
ദെൻ നമ്മുടെ ലെഫ്റ്റ് സൈഡില് കബോർഡ്സ് ആണ്. കബോർഡ് ഓൾറെഡി ഞാൻ എന്റെ കുറെ സ്റ്റഫ്സ് ഒക്കെ നിറച്ചേക്കാണ്. പിന്നെ ഇത് ഇവര് തന്ന ഒരു ബ്ലാങ്കറ്റ് ആയിരുന്നു, അത് ഓൾറെഡി അതിനകത്ത് അതിനകത്തുണ്ട്. സോ അങ്ങനെ നമ്മുടേതായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കബോർഡ്. ആൻഡ് കബോർഡിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഈ ഒരു സ്ഥലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. കാരണം ഇതാണ് നമ്മുടെ മിറർ. ഈ മിറർ വന്നിട്ട് മറ്റേ ടച്ച് ചെയ്യുമ്പോൾ ലൈറ്റ് കത്തുന്ന ടൈപ്പ് മിററാണ് വേണ്ട. സോ നമുക്ക് നല്ല രസത്തിലിരുന്ന് ഒരുങ്ങാനൊക്കെ പറ്റും. പക്ഷെ എനിക്കിതുവരെ ഈ മിററിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരുങ്ങാനുള്ള സമയം കിട്ടിയിട്ടില്ല കേട്ടോ. ഈ ഒരു സെയിം മിററിന്റെ തന്നെ വേറൊരു ഷേപ്പിലുള്ളതാണ് നമ്മുടെ ടോയ്ലറ്റിൽ ഇരിക്കുന്നത്. ഏതായിരുന്നോ എന്തോ ഷേപ്പ് ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല, സംഭവം ഇത് തന്നെയായിരുന്നു. സോ ഇതാണ് നമ്മുടെ മിറർ. ഇവിടെ ഞാൻ എന്റെ കുറച്ച് മോയ്സ്ചറൈസർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, പിന്നെ ബാഗ്, പിന്നെ ഫേസ് ടവൽ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ആൻഡ് ഇത് വന്നിട്ട് നമ്മുടെ കെറ്റിലും നമുക്ക് ചായ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലം. ഈ കത്തി എന്റെ ആട്ടാ, ഇത് ഇവര് തന്നില്ല. ഈ സ്പൂൺ ഇവര് തന്നില്ല. ഇത് രണ്ടും ഞാൻ എന്റെ കയ്യിൽ നിന്ന് സ്വന്തമായിട്ട് എടുത്തതാണ്. ആൻഡ് ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, നമ്മൾ തേയിലപ്പൊടി ഇടുന്നുണ്ടായി. കാരണം ഇവിടെ ഇടുന്ന ആ ഒരു ചായ നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ തേയിലപ്പൊടി പഞ്ചസാരയൊക്കെ ഇടുന്നു. നമ്മളായിട്ട് തന്നെ ഒരു ബ്ലാക്ക് ടീ അടിച്ച് കുടിക്കലായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. സോ പിന്നെ ഇവര് തന്നെയാണോ? ഇവര് 2 ബോട്ടില് വെള്ളം തന്നിട്ടുണ്ടായി. അതിനകത്ത് ഒരു ബോട്ടിൽ എന്തോ തീർന്നു. ഇനിയിപ്പോ ഈ ഒരു ബോട്ടിലും കൂടെ കണ്ടുള്ളൂ. ആൻഡ് ഇതെന്ന് പറയുന്നത് ട്രെയിനിലത്തെ ഫുഡ് പേടിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് കൂടുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ആയിരുന്നു കേട്ടോ. ഇതെന്ത് പഴമൊക്കെ ചത്ത് പാവം. അതുപോലെ ആപ്പിള് ഏകദേശം ചത്ത് തുടങ്ങി. പിന്നെ കാഷ്നട്ട് കൊടുത്തിട്ടുണ്ടായി, ബ്രെഡും ജാമും കൊടുക്കുന്നുണ്ടായി, ബണ്ണ് കൊടുക്കുന്നുണ്ടായി, കേക്ക് കൊടുക്കുന്നുണ്ടായി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കൊടുക്കുന്നുണ്ടായി. നമുക്ക് ഈ ഒരു എന്താ പറയാ ട്രെയിൻ ഫുഡ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. സോ ട്രെയിനിലെ ഫുഡിനെ കുറിച്ച് പറഞ്ഞു കേട്ടിടത്തോളം നമുക്ക് അത്ര സേഫ് ആയിട്ടൊരു ഫുഡായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. സോ അതുകൊണ്ടാണ് ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് കൊണ്ടുവരേണ്ടി വന്നത് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിനിൽ നിന്ന് ഒരു ഫുഡും നമ്മൾ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായില്ല. ഇതൊക്കെ കഴിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഓക്കെ, ഇനി ഇതിന്റെ മേളിൽ നമുക്ക് TV ഉണ്ട്. അത്യാവശ്യം യൂട്യൂബ് കണക്ട് ചെയ്യാൻ പറ്റും. വേറെ ഒന്നും നമുക്ക് ബാക്കിയൊക്കെ എന്തോ പേയബിൾ ആണെന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ആണ്. സോ നമ്മൾ യൂട്യൂബ് കുറച്ചു നേരം രാവിലെ ഇതിനകത്ത് കണക്ട് ചെയ്തിരുന്നു. പിന്നെ ഇവര് തന്ന സ്റ്റാൻഡല്ല കേട്ടോ, ഇത് എന്റെ സ്റ്റാൻഡ്. ഞാനിപ്പോ കയറി വന്നപ്പോ എന്റെ കോട്ടിനകത്ത് കൊണ്ടുപോയി തൂക്കിയിട്ടാണ്. ഓക്കെ, അതിനുശേഷം ഇതാണ് നമ്മുടെ ബെഡ്. അത്യാവശ്യം അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയല്ല. എനിക്ക് ഇതിന്റെ ഈ ഒരു കാണുന്ന ഈ ഒരു വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ LED തെളിയുമായിരുന്നൂല. ഇവിടെ ഏതോ ഒരു സ്വിച്ച് നിൽക്കുമ്പോഴാണ്. ഓക്കെ, ഫാനും കൂടെ ഫാൻ കറങ്ങണ്ട. അയ്യോ, എപ്പോഴും അവിടുത്തെ തെളിഞ്ഞില്ലല്ലോ. ഓക്കെ, അപ്പൊ ആ ലൈറ്റ് ഇട്ടപ്പോഴാണ് കേട്ടോ ഈ സംഭവം കത്തിയത്. ഇതിങ്ങനെ ഇരുട്ടത്ത് ഇത് മാത്രമായിട്ട് ഇങ്ങനെ കത്തിക്കണാണ് നല്ല രസമായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബെഡ്. ഇത് നമ്മുടെ ടീപ്പോയി ഒക്കെ വരുന്ന ഒരു ഏരിയ ആണ്. 2 ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവര് ഫ്ലാസ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായി. അപ്പൊ ഞാൻ രാവിലെ തന്നെ അതിനകത്ത് കെറ്റില് വെള്ളം തിളപ്പിച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിട്ട്. കാരണം നമുക്ക് ചൂടുവെള്ളം കുടിക്കുന്ന സമയത്ത് എപ്പോഴും കെറ്റിൽ നമുക്ക് വർക്ക് ചെയ്യിക്കേണ്ടല്ലോ. അപ്പൊ ഇതിനകത്തേക്ക് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മുടെ രാവിലെ ടീ കുടിക്കാനുള്ള ഏരിയ. ആൻഡ് ഇതാണ് നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലം. കാരണം ഇതാണ് ഗായ്സ് നമ്മുടെ വ്യൂ കാണിച്ചോ. കുറെ മൗണ്ടെയിൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇതിന്റെ വ്യൂ വേറെ കാണിച്ചു തരാട്ടോ. നമുക്ക് ഇനി ബാൽക്കണിയിലേക്ക് പോവാം. ബാൽക്കണിയിലേക്ക് ഈ ഒരു ഡോർ തുറന്ന് നടക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ബാൽക്കണി. ഭയങ്കര തണുപ്പാട്ടാ. സോ ഇതാണ് നമ്മുടെ വ്യൂ വന്നിട്ട്. കാണിച്ച നല്ല അടിപൊളി വ്യൂ ആട്ടാ. ശരിക്കും രാവിലെ കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരുന്നു ഇവിടെ കാണാൻ. ഈ മേഘമൊക്കെ വന്നിട്ട് ഈ മൗണ്ടെയിന്റെ ആ ഒരു തലയുടെ ഭാഗത്ത് ഇങ്ങനെ കിരീടം പോലെ ഇരിക്കണ്ടായിരുന്നു. അത് കുറച്ചും കൂടെ രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ടാ. ഇവിടെ കുറച്ച് മഞ്ഞും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ലുക്കായേനെ. പക്ഷെ ഇവിടെ മഞ്ഞ് പെയ്യാറില്ല എന്നാണ് ഹോട്ടലിൽ ആ പുള്ളിക്കാരൻ പറഞ്ഞിട്ടാ. സോ ഇതാണ് നമ്മുടെ ബാൽക്കണി വ്യൂ വന്നിട്ട്. ആൻഡ് ഇവിടെ നമുക്ക് ബാൽക്കണിയിൽ ഈ വ്യൂ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് 2 ചെയറും അതുപോലെ ഒരു ചെറിയൊരു ടീപ്പോയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പൊ ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ റൂം ടൂർ എന്ന് പറയാനുള്ളത്. ഇത്ര ഒരുപാട് നമുക്ക് അറിയാലോ, ഹോട്ടലിലാവുമ്പോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണിക്കാനുണ്ടാവില്ല. വണ്ടി ഈ ഒരു ഏരിയയിൽ ഇഷ്ടം പോലെ റിസോർട്ട് ഉണ്ട്. സോ അത്യാവശ്യം എനിക്ക് കുഴപ്പമില്ലാത്തൊരു റിസോർട്ടായിട്ട് എനിക്ക് തോന്നി.
ആൻഡ് റിസോർട്ടല്ല, സോറി, ഹോട്ടല്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിന്റെ പേര് ടച്ച് വുഡ് ഹോട്ടലാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഹോട്ടൽ റൂം ആയിട്ട് എനിക്ക് തോന്നി. സോ അപ്പൊ ഇത്ര ഉള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിപ്പോ നമ്മുടെ Day 1 ആണ്. Day 2ന്റെ വീഡിയോ ഞാൻ ഉടനെ നാളെ തന്നെ ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.